Hi students, welcome to Urvara Academy, IBFS, Institute of Banking and Financial Studies in the online പോർട്ടൽ ഉർവാര അക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സെക്ഷൻ CMA 2025 ഒരു സെക്ഷൻ എന്ന് പറയുന്നത് 5 സെക്ഷനിലാണ്. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ദെൻ GK ജനറൽ നോളജ് ഉണ്ട്, ദെൻ ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഒരു 5th പോർഷനായിട്ട് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ്. അതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സെക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 20 ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ക്രൂഷ്യൽ സെഷൻ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു 340 to 360 റേഞ്ചിൽ നിങ്ങൾ സ്കോർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു 95 to 99% നമുക്ക് എത്താൻ പറ്റുക. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലൊരു 15 to 16 ക്വസ്റ്റ്യൻസ് നമ്മൾ മിനിമം നമ്മൾ സ്കോർ ചെയ്യണം ഈ ഒരു സെക്ഷനിൽ നിന്ന്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനോടാണ് ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ടെസ്റ്റ് നോളജ് ഓഫ് ഇന്നോവേറ്റീവ് പ്രാക്ടീസസ് ആൻഡ് ഓണ്ടർപ്രണോറിയൽ കൺസെപ്റ്റ്സ്. ഒരു കൺസെപ്റ്റ് പ്രിപ്പയർ ഫോർ ദ ബിസിനസ് ചാലഞ്ചസ് ആൻഡ് സ്റ്റാർട്ടപ്പ് ഓപ്പർച്യൂണിറ്റീസ്. ഒരു MBA പഠിക്കുന്ന സ്റ്റുഡൻറ് എന്ന നിലയിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന അല്ലെ ലോകത്തിൽ ഉണ്ടാകുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങും ഓണ്ടർപ്രണോറിയൽ ഡെവലപ്മെന്റ്സും ഇന്നോവേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ഒരു അത്യാവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഇങ്ങനൊരു സെക്ഷൻ തന്നെ CMAT-ന്റെ ഓടനുബന്ധിച്ചുള്ള ഒരു സെക്ഷൻ എക്സാമിന് എൻട്രൻസ് എക്സാമിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. Which state topped the India Innovation Index 2024 in the major states category? ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ് 2024 ഏറ്റവും ബെസ്റ്റ് മേജർ സ്റ്റേറ്റ് കാറ്റഗറിയിൽ വന്നിരിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് കർണാടകയാണ്. അതിൻ്റെ ടോപ്പ് പെർഫോമർ മേജർ സ്റ്റേറ്റ് കാറ്റഗറിയിൽ കർണാടക, നോർത്ത് ഈസ്റ്റ് ആൻഡ് ഹിൽ സ്റ്റേറ്റിൽ ഹിമാചൽ പ്രദേശും യൂണിയൻ ടെറിട്ടറിയിൽ ഡൽഹിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ടോപ്പ് പെർഫോമേഴ്സ് വന്നിരിക്കുന്നത് ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ്. പല ഇൻഡെക്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അതിലൊന്നാണിത് ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ് ആണ്. അത് പബ്ലിഷ് ചെയ്യുന്ന നീതി ആയോഗാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അതാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം വരിക. നീതി ആയോഗ്, ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ് റാങ്ക് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ബേസ്ഡ് ഓൺ ദെയർ കപ്പാസിറ്റി ഫോർ ആൻഡ് സക്സസ് ഇൻ ഇന്നോവേഷൻ. ഇന്ത്യ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഗ്ലോബലി 3rd ലാർജസ്റ്റ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കർണാടക ആണ്. അതാണ്. അതോടൊപ്പം തന്നെ മോസ്റ്റ് ഇന്നോവേഷൻ സ്റ്റേറ്റ്സിൻ്റെ അകത്ത് നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ പോയിന്റ് എന്ന് പറയുന്നത് 30.58 ആണ്. തമിഴ്നാട് 37.97, ആന്ധ്രാപ്രദേശ് 24.11. ഇങ്ങനെ ഒരു രീതിയിലാണ് ഇന്നോവേഷൻ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. In 2024, which country leads globally with the highest number of unicorns? ആൻസർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. എന്താണ് യൂണിക്കോൺ? യൂണിക്കോൺ കമ്പനി ഇസ് എ പ്രൈവറ്റ്ലി ഹെൽഡ് സ്റ്റാർട്ടപ്പ് വാല്യൂഡ് അറ്റ് ഓവർ $1 billion. $1 billion മുകളിൽ വാല്യൂ ഉള്ള സ്റ്റാർട്ടപ്സ് ആണ്. സ്റ്റാർട്ടപ്സിനാണ് യൂണിക്കോൺ കമ്പനി എന്ന് പറയുക. അതിൽ തന്നെ ടെക്നോളജി ബേസ്ഡ് ഉള്ള ഇ-കൊമേഴ്സ് ബേസ്ഡ് ഉള്ള കമ്പനികൾക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ഏതൊക്കെ കമ്പനികളുണ്ട്? നമുക്ക് കുറച്ച് കമ്പനികളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഹൊറൂൺ ഗ്ലോബൽ യൂണിക്കോൺ ലിസ്റ്റിൻ്റെ അകത്ത് വരുന്നത് സോഷ്യൽ മീഡിയ ബേസ്ഡ് ആയിട്ട് വരുന്ന ബൈറ്റ് ഡാൻസ്, എയറോസ്പേസിൽ വരുന്ന സ്പേസ് എക്സ്, ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ്, ഓപ്പൺ ഐ ആണ് തേർഡ് കാറ്റഗറി വരിക. ദ ആൻ ഗ്രൂപ്പ് 4th വൺ, ഫിൻടെക് ആണ്. ദെൻ ഇ-കൊമേഴ്സ് ഷീൻ, സ്ട്രൈപ്പ്, ഡാറ്റാബ്രിക്സ്, ഇങ്ങനെയുള്ള കമ്പനികളുള്ള 12 നമ്പേഴ്സ് ആണ് നമ്മളിവിടെ റാങ്കിങ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. യൂണിക്കോൺ ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. മോസ്റ്റ് വാല്യുബിൾ യൂണിക്കോൺ കമ്പനീസ് ആണ് ഈ കാണുന്നത്. Then third question, according to Kandas Brands Most Valuable Indian Brands Report 2024, which company has been ranked as India's most valuable brand with a brand value of 49.7 billion? 4 ഓപ്ഷൻ്റെ അകത്ത് എല്ലാം ടോപ്പ് കമ്പനിയാണ്, പക്ഷേ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ് നമ്മുടെ ആൻസർ. TCS 49.7 ബില്യൺ. ലാസ്റ്റ് ഇയറിനേക്കാൾ 2020യേക്കാളിലും 16% ഇൻക്രീസ് ആണ് അവരുടെ ബ്രാൻഡ് വാല്യൂയിൽ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ലിസ്റ്റ് നമുക്ക് ഇന്ത്യയിലെ ഒരു ടോപ്പ് മോസ്റ്റ് 10 കമ്പനീസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനകത്ത് വരുന്ന ഫസ്റ്റ് വൺ TCS ആണ്. TCS ആണ് ബ്രാൻഡ് വാല്യൂയിൽ ഏറ്റവും ടോപ്പ് ആയിട്ടിരിക്കുന്ന TCS. ദെൻ HDFC ബാങ്ക്
then Airtel, then Infosys, State Bank of India, fifth പൊസിഷനിൽ നിൽക്കുന്നു. ICICI Bank ആണ് 6th one, Geo 7, Asian Paints, HCL Tech and 10th position LIC. Most valuable Indian brands and the first one TCS ആണ്. അവർക്ക് കേട്ടോ മറക്കരുത്, TCS ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. കൂടുതൽ 2023 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് 100% പെർഫോം ചെയ്തിരിക്കുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് സൊമാറ്റോ ആണ്. ദെൻ ബജാജ് 94% പെർഫോം ചെയ്തിട്ടുണ്ട്. DLF 93%, Reliance 79%, Mahindra 78%, TVS 71%, Hero 62%. ഇത്രയും കമ്പനികളാണ് ടോപ്പ് പെർഫോം 23യെക്കാട്ടിലും വാല്യൂ ബേസ്ഡ് ചേഞ്ച് വന്നിരിക്കുന്നത്. 23യിൽ നിന്ന് ചേഞ്ച് ചെയ്തിരിക്കുന്ന കമ്പനികൾ 100% ആണ് സൊമാറ്റോയ്ക്ക് പോകുന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഷെയർ മാർക്കറ്റിന്റെ ഫീൽഡിലൊക്കെ അറിയുന്നവർക്കറിയാം, സെക്യൂരിറ്റി മാർക്കറ്റിന്റെ അത് സൊമാറ്റോയുടെ ഷെയറിന്റെ വാല്യൂ കയറിയിരിക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം എത്ര ഹൈക്കാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹൗ മെനി ഇന്ത്യൻ കമ്പനീസ് വെയർ ഫീച്ചേർഡ് ഇൻ ദ ഫോർച്യൂൺ ഗ്ലോബൽ 500 ലിസ്റ്റ് ഓഫ് 2024? ഫോർച്യൂൺ ഗ്ലോബൽ 500 ലിസ്റ്റ്. ഇതൊക്കെ കമ്പനികളുടെ അല്ലെങ്കിൽ ബ്രാൻഡുകളുടെ സ്വപ്നമാണ് ഇങ്ങനെയുള്ള ഒരു ഫോർച്യൂൺ ഗ്ലോബൽ 500 ലിസ്റ്റിലൊക്കെ ഉൾപ്പെടുക എന്നുള്ളത്. ഇന്ത്യയിൽ നിന്ന് 9 കമ്പനീസ് ആണ് ഫോർച്യൂൺ ഗ്ലോബൽ 500 ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 9 Indian companies were included in Fortune Global 500 list 2024. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. 86th പൊസിഷനാണ് ഗ്ലോബലി. റിലയൻസിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 86th ആണ്. Then other notable Indian companies, Indian Oil Corporation, LIC, ONGC, Tata Motors, State Bank of India. നമുക്ക് അതിന്റെ ലിസ്റ്റിലേക്ക് വരാം. അതിൻ്റെ ഇന്ത്യൻ കമ്പനീസിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഫോർച്യൂൺ 500 വന്നിരിക്കുന്നത് റിലയൻസ്, LIC, ഇന്ത്യൻ ഓയിൽ, SBI, then Rajesh Exports, HDFC, Tata Motors, Bharat Petroleum, ONGC. Then വേൾഡ് ലെവലിൽ വരുമ്പോഴത്തേനും നിങ്ങൾ നോക്കിയ വാൾമാർട്ട് ആണ് ഫസ്റ്റ് നിൽക്കുക. വാൾമാർട്ട്, ആമസോൺ, സ്റ്റേറ്റ് ഗ്രിഡ്, ചൈന കമ്പനിയാണ്. ദെൻ സൗദി അരാംകോ, ഇങ്ങനെ ലിസ്റ്റിൽ വരുന്നു. പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നേടിയിരിക്കുന്ന ഒരു കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അത് സൗദി അരാംകോ ആണ്. $120.7 billion ആണ് പ്രോഫിറ്റ് മേക്കിങ്ങിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് സൗദി അരാംകോ ആണ്. ഇങ്ങനെ ഓരോന്നും ലിസ്റ്റ് ബൈ ലിസ്റ്റിലെ 500 ലിസ്റ്റിൻ്റെ അകത്ത് ഇന്ത്യയിൽ ഇവരുടെ എല്ലാം റാങ്ക് കൂടെ നമുക്ക് നോക്കിയാട്ടോ. റിലയൻസിന്റെ 86 ആണ്, LIC 95, ഇന്ത്യൻ ഓയിൽ 116, ദെൻ 178 ആണ് SBIയുടെ വരുന്നത്. രാജേഷ് എക്സ്പോർട്ട് 463 ആണ്, HDFC ബാങ്ക് 306, 271, 258 ആൻഡ് 180, ONGC 180 ആണ് വരുന്നത്. ഇപ്പം ഇത്രയുമാണ് റാങ്കിങ് 2024 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബേസ്ഡ് ആയിട്ടുള്ള റാങ്കിങ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് വരാം. Who was ranked as India's richest self-made woman in 2024 with a net worth of 47,500 crore? Self-made woman, India's richest self-made woman in 2024 ആണ്. നമുക്കറിയാവുന്ന വ്യക്തിയാണ് രാധാ വെമ്പ്. നമുക്ക് കമ്പനി അറിയാം, സോഹോ കോർപ്പറേഷൻ ആണ് കേട്ടോ. co-founder ഓഫ് സോഹോ കോർപ്പറേഷൻ ആണ്. ദ സെക്കൻഡ് പൊസിഷനിൽ വരുന്ന ഫാൽഗുനി നായർ, നൈക്ക. നമുക്ക് അതിന്റെ ലിസ്റ്റിലേക്ക് നമുക്ക് വരാം. രാധാ വെമ്പു സോഹോ, then Falguni Nair family 32,200 crore Nykaa company. Arista Networks 32,100 Jayashree Ullan. Then Biocon company owner Kiran Mazumdar Shah 29,000 crore. Neha and company Confluent 4,900 crore. Juhi Chawla Night Riders Sports Club inde owner ആണ് 4,600 crore. Indira Nooyi PepsiCo 3,900 crore. Then Neha Bensa Lenskart company owner 3,100. Then Devida Rajkumar 3,000 crore. Kavita Subramanian 2,700 crore. ഇവരാണ് ഏറ്റവും ടോപ്പ്. അപ്സ്റ്റോക്സ് ആണ് ഷെയർ മാർക്കറ്റിലെ ലീഡറായിട്ട് വരുന്ന കവിത സുബ്രഹ്മണ്യന്റെ ആണ് അപ്സ്റ്റോക്സ്. അതിന്റെ co-founder ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് സെൽഫ് മെയ്ഡ് ബില്യണേഴ്സിന്റെ ടോപ്പ് വരുന്നത് രാധാ വെമ്പു സോഹോ കോർപ്പറേഷൻ. ഓർത്തിരിക്കണം കേട്ടോ, ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. Which company hosted Unfold 2024, a mega event focused on Web3 developers and investors?
Unfold 2024. CoinDCX ആണ് ആൻസർ. CoinDCX, India's largest cryptocurrency exchange, hosted Unfold 2024, an event aimed at Web3 developers and investors. They even included a multi-chain hackathon and funding. സ്റ്റാർട്ടപ്സിന്റെ ഫണ്ടിങ്ങിനും കാര്യങ്ങളും 1 million ഫണ്ടിങ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. അങ്ങനെ ഇത്രയും ഈ ഒരു മെഗാ ഇവന്റിൽ പോയിട്ട് നമ്മുടെ ഹാക്കത്തോൺ, ഐഡിയ ഹാക്കത്തോൺ ആണ്. ഐഡിയ ഹാക്കത്തോൺ നടത്തി നമുക്ക് സ്റ്റാർട്ടപ്സിന് ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നടത്തുന്ന ഒരു ഇവന്റ് ആണ് അൺഫോൾ 24 എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ ആളുടെ പേര് പറയേണ്ട CoinDCX, ഇന്ത്യസ് ലാർജസ്റ്റ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ്. Next question, who was named EY World Entrepreneur of the Year 2024? Who was named EY, Ernst & Young, in the World Entrepreneur of the Year 2024? വെള്ളയൻ സുബയ്യ. നമുക്ക് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനിയെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെ അതിന്റെ തന്നെ ഓണറാണ് ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ്, എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ ആണ് വെള്ളയൻ സുബയ്യ. Was honored with the EY World Entrepreneur of the Year award. Which of the following does not come under liabilities? ഇത് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിട്ട് വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം അണ്ടർ ലൈബിലിറ്റീസ്? ലോൺസ് പേയബിൾ ആണോ, അക്കൗണ്ട്സ് പേയബിൾ ആണോ, ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ഓണർ ആണോ, വേജസ് പേയബിൾ ആണോ? നമുക്ക് ക്വസ്റ്റ്യൻ ഓപ്ഷനിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ആൻസർ അറിയാൻ പറ്റും. ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ഓണർ ആണ് ആൻസർ വരിക കേട്ടോ, കാരണം ലൈബിലിറ്റി അല്ല. Liabilities are financial obligations of a business, such as loans payable, accounts payable, and wages payable. Capital invested by owner is a part of equity, not liabilities, as it represents the owner's stake in the company. Capital ആണ്. So which city hosted Digital India Week 2024? മുംബൈ, ബാംഗ്ലൂർ. ഓപ്ഷൻ്റെ അത് ആൻസർ വരിക ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാൻ, ഇപ്പോഴത്തെ ഭാരത് മണ്ഡപത്തിലാണ് ഡിജിറ്റൽ ഇന്ത്യ വീക്ക് 2024 നടന്നത്. ദ ഇവന്റ് ഷോക്കേസ്ഡ് ഓവർ 900 ടെക്നോളജി യൂസ് കേസസ് ആൻഡ് ഹോസ്റ്റഡ് മോർ ദാൻ 600 ഗ്ലോബൽ ആൻഡ് ഇന്ത്യൻ സ്പീക്കേഴ്സ്. എല്ലാ വർഷവും നടക്കുന്നതാണ്. അപ്പം ഈ വർഷം നടന്നത് ഭാരത മണ്ഡപത്തിലാണ്. 2024 ഡിജിറ്റൽ ഇന്ത്യ വീക്ക് 2025 ന്യൂഡൽഹിയിലാണ് എല്ലാ വർഷവും. മിക്കവാറും ന്യൂഡൽഹി, ഹൈദരാബാദും ആണ് മെയിൻ ആയിട്ട് അത് ഹോസ്റ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇയർ നടന്നത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ. Which company was named Startup of the Year 2024 by the Economic Times? Economic Times and Startup of the Year 2024 കിട്ടിയ അവാർഡ് കിട്ടിയ ലെൻസ്കാർട്ട് ആണ്. പീയൂഷ് ബൻസാൽ, നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. കോ ഫൗണ്ടറായിട്ട് നേഹ ബൻസാലിന്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലെ. ലെൻസ്കാർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളാണ്. രണ്ടുപേരും അതിന്റെ കോ ഫൗണ്ടേഴ്സ് ആണ്. അപ്പം അവർക്കാണ് അവാർഡ് കിട്ടിയത്. സ്റ്റാർട്ടപ്പ് ഓഫ് ദ ഇയർ എക്കണോമിക്സ് ടൈംസിന് സ്റ്റാർട്ടപ്പ് ഓഫ് ദ ഇയർ 2024. ഇവൈയുടെ വിന്നേഴ്സിനെ നമുക്ക് നോക്കാം. സ്റ്റാർട്ടപ്പ് ഓഫ് ദ ഇയർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പീയൂഷ് ബൻസാൽ. മിഡാസ് ടച്ച്, എലിവേഷൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്. വുമൺ എഹെഡ് എന്ന കാറ്റഗറി കിട്ടിയിരിക്കുന്നത് കിനാര ക്യാപിറ്റൽ. ടോപ്പ് ഇന്നോവേറ്റർ ബ്രെയിൻ സ്ട്രൈറ്റ് എ ഐ ബേസ്ഡ് കമ്പനിയാണ്. ബൂട്ട് സ്റ്റാപ്പ് ചാമ്പ്, ബോൾട്ട് എന്ന് പറഞ്ഞ കമ്പനിയാണ്. കംബാക്ക് കിഡ്, റെൻറ്റോ മോജോ. ദെൻ ബെസ്റ്റ് ഓൺ ക്യാമ്പസ്, ക്ലെയിം ബഡി, സോഷ്യൽ എന്റർപ്രൈസ്, ഹക്ദർ ഷാക്ക്. ഇത്രയും കമ്പനികൾക്കാണ് എക്കണോമിക്സ് ടൈംസിന്റെ അവാർഡ്. സ്റ്റാർട്ടപ്പ് ഓഫ് ദി ഇയർ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പീയൂഷ് ബൻസാൽ, അമിത് ചൗധരി, കോ ഫൗണ്ടേഴ്സ്. And according to the Forbes World Best Employers 2024 ranking, with companies recognized as the finest employer in India, TCS, NTPC Limited, Infosys, Wipro, വേൾഡ്സ് ബെസ്റ്റ് എംപ്ലോയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണ്? ഇന്ത്യൻ ബേസ്ഡ് കമ്പനി NTPC ലിമിറ്റഡ് ആണ് കേട്ടോ. NTPC is the only Indian company featured in this prestigious list. Not the point. NTPC is the only Indian company featured in this prestigious list. NTPC Limited is ranked 64th globally. അതിന്റെ ലിസ്റ്റിലേക്ക് നമുക്ക് വന്ന ഫസ്റ്റ് പൊസിഷൻ മൈക്രോസോഫ്റ്റ് ആണ്. ദ സെക്കൻഡ് ആൽഫബറ്റ്, തേർഡ് സാംസങ്, ഫോർത്ത് വൺ അഡോബ്, ഫിഫ്ത്ത് വൺ BMW, സിക്സ്ത് വൺ ഡെൽറ്റ, 7 എയർബസ്, 8 ഐക്കിയ, 9 ലീഗോ ആൻഡ് 10 IBM. ഇത്രയും കമ്പനിയാണ് ബെസ്റ്റ് എംപ്ലോയർ ആയിട്ട് വേൾഡ്സ് ബെസ്റ്റ് എംപ്ലോയേഴ്സ് ആയിട്ടുള്ള ഫസ്റ്റ് 10 റാങ്കിങ് ഇവരാണ്. ദെൻ ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ 64th റാങ്ക് ആണ് ഇന്ത്യയിലെ കമ്പനി കിട്ടിയിരിക്കുന്നത് NTPC.
Which of the following is not an advantage of bootstrapping in business? Bootstrapping means what എന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് വരിക അല്ലെ. അതിന്റെ ഓപ്ഷൻസ് വരുമ്പോഴത്തേന് അതിന്റെ ആൻസറിലേക്ക് വരാം. ക്വിക്ക് ആക്സസ് ടു ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ക്യാപിറ്റൽ കളക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ബൂട്ട്സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് bootstrapping refers to financing a business using personal funds or operating revenue without relying on external investors or loans. ഓൾറെഡി ഉള്ള ഇൻവെസ്റ്റ് കൊണ്ട് തന്നെ, ബിസിനസിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് തന്നെ, പേഴ്സണൽ ഫണ്ട്സ് കൊണ്ടും അതല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് കൊണ്ടും, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൊണ്ടും ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിനെയാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് ക്വിക്ക് ആക്സസ്, ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിക്വയർമെന്റ്, അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ വരുന്ന സമയത്ത് നമുക്ക് ഫണ്ട് ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് വരിക. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ബൂട്ട് സ്ട്രാപ്പിംഗിന്റെ. While bootstrapping provides full control, no equity dilution and flexibility, it does not provide quick access to large amount of capital compared to methods like venture capital or bank loans. ലൈബിലിറ്റി ഫ്രീ ആയിരിക്കും, കമ്പനിയിൽ ഫുൾ കൺട്രോൾ ഉണ്ടാവും, നോ ഇക്വിറ്റി ഡയലൂഷൻ, ഫ്ലെക്സിബിലിറ്റി എല്ലാം ഉണ്ടാവും. ബട്ട് ഫാസ്റ്റ് ആയിട്ട് ഒരു ഇന്നോവേറ്റീവ് മെത്തേഡ് വരുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് ഫീൽ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഫണ്ട് നമുക്ക് കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അതാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. Then in SWOT analysis, which does it stands for? SWOT, strength, weakness, opportunities and threats. T for threats. അടുത്ത ക്വസ്റ്റൻ, which of the following is not an active payments bank in India? Paytm, Airtel, Jio Payments, Aditya Birla Payment. നമ്മുടെ ആൻസർ വരുന്നത് ആദിത്യ ബിർള പേയ്മെന്റ്. നമുക്കിപ്പോൾ ഓൾറെഡി 7 പേയ്മെന്റ് ബാങ്ക്സ് ആണ് 2024. ഈ 2025 ഇപ്പോൾ നമുക്കുള്ള 7 പേയ്മെന്റ് ബാങ്ക്സ് ആണുള്ളത്. പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് ഉണ്ട്, എയർടെൽ, ജിയോ പേയ്മെന്റ് ബാങ്ക്, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്സ് ഉണ്ട്, ഫിനോ പേയ്മെന്റ് ബാങ്ക്സ്, NSDL പേയ്മെന്റ് ബാങ്കും പേയു പേയ്മെന്റ് ബാങ്ക്സും ആണ്. ഇത്രയുമാണ് പേയ്മെന്റ് ബാങ്ക്സ് ആയിട്ടുള്ളത്. ആദിത്യ ബിർള ഓൾറെഡി 2021 സ്റ്റാർട്ട് ചെയ്തതാണ്, ബട്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. 2024 ക്ലോസ് ചെയ്തായിരുന്നു. ഓക്കെ. A private individual who provides financial backing for entrepreneurs and startups in return for ownership equity in the company is called. ഈ ഒരു ക്വസ്റ്റ്യൻ 4 നമുക്ക് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസറിലേക്ക് വരാം. ഏഞ്ചൽ ഇൻവെസ്റ്റർ ആണ്. അതിന്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് നമുക്ക് വരാം. എന്താണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്? പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു സ്റ്റാർട്ടപ്സ് ഇൻ എക്സ്ചേഞ്ച് ഫോർ equity ownership. They typically invest in early stage business and help them grow through their capital and mentorship. ക്യാപിറ്റലും മെന്റർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാർട്ടിങ്ങിൽ, ഏർലി സ്റ്റേജ് ബിസിനസ് സ്റ്റാർട്ടിങ്ങിലാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ് ഇൻ ലാർജർ, മോർ എസ്റ്റാബ്ലിഷ് സ്റ്റാർട്ടപ്സ് കമ്പയർഡ് ടു ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. കമ്പനി നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോഴത്തേനും, സ്റ്റാർട്ടിങ്ങിലല്ല, നെക്സ്റ്റ് ലെവലിലേക്ക്, ഒരു എക്സ്പാൻഷനിലേക്ക് വരുമ്പോഴത്തേനുമാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എൻ്റർ ചെയ്യുക. അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെന്റിന്റെ എമൗണ്ടും കൂടുതലായിരിക്കും then compared to angel investors. Business incubators provide resources, mentorship and office space. ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് പ്രൊവൈഡ്, നമ്മുടെ ഗവൺമെന്റ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ് ഇൻക്യുബേറ്റർ സ്പേസും കാര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് തരും. കമ്പനി തുറക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബിസിനസ് ഇൻക്യുബേറ്റേഴ്സിന്. അവരെ എല്ലാ രീതിയിലുള്ള ഫണ്ടിങ് നമ്മൾ വേറെ ഈ വെഞ്ചേഴ്സിൻ്റെന്നോ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയോ നമ്മൾ കളക്ട് ചെയ്താണ്. ബട്ട് ഗവൺമെന്റിന്റെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ എന്നൊക്കെ പറയുന്ന പോലെ റിസോഴ്സ്, മെന്റർഷിപ്പ്, ഓഫീസ് സ്പേസ്, ഇത്രയും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതാണ് ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്രൗഡ് ഫണ്ടിങ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും ഇൻവെസ്റ്റ് സ്മോൾ എമൗണ്ട് ഓഫ് മണി ത്രൂ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ റിവാർഡ്സ് ഓർ ഓണർഷിപ്പ്.